കൃത്യമായ ഒരു ധാരണ വേണം. എന്താണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നാട്ടിൽ ദഅവത്ത് നടത്താൻ ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യമായി വരികയാണ് എങ്കിൽ അതിൻ്റെതായ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്, അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാം എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സംഘടന ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. സംഘടന ഉണ്ടാക്കിയാൽ അത് തിന്മയാണ്, അത് ബിദ്അത്താണ് എന്ന് നമ്മൾ ആരും അവിടെ പറഞ്ഞിട്ടില്ല. ഒരാൾക്കും അത് തെളിയിക്കാൻ സാധിക്കുകയുമില്ല. മറിച്ച് അതിൻ്റെതായ നിബന്ധനകൾ. എന്താണ് അതിന്റെ നിബന്ധന? കാരണം സംഘടന എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യന്മാരാണല്ലോ ഉള്ളത്. അത് പ്രത്യേക ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ നയിക്കുന്ന ആളുകൾ, അതിന്റെ മുൻനിരയിലുള്ള ആളുകൾ, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അവർ അറിവ് പഠിച്ചവരായിരിക്കണം, ദീൻ പഠിച്ചവരായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു കണക്ക് മാഷിനോ അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ ഒന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ അറിയുക. ഇതാർക്കാണ് അറിയുക? ദീൻ പഠിക്കണം, ഖുർആൻ അറിയണം, അത് അറബി ഭാഷ അറിയണം, നിർബന്ധമാണ്. കാരണം എങ്ങനെയാണ് അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് തലപ്പത്തിരിക്കാൻ സാധിക്കുക? കാരണം അറബി ഭാഷ അറിയാമെന്ന് വലിയൊരു കാര്യമല്ല.